ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ എക്സസൈസ് ആണ്. അപ്പോൾ എങ്ങനെ ഒരു ഇഞ്ചറി ഇല്ലാതെ ഷോൾഡർ വർക്കൗട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വർക്കൗട്ടിലോട്ട് പോകാം. നമ്മൾ ഫസ്റ്റ് വൺ ഏത് വർക്കൗട്ട് കൊടുത്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റ് വാമപ്പ്. അത് ആരും ഇപ്പോൾ ചെയ്യുന്ന കാണുന്നില്ല. എപ്പോഴും ലൈറ്റ് വെയിറ്റ് മാക്സിമം ചെയ്യാൻ നോക്കുക. ഷോൾഡറുടെ ആണ്, നമുക്ക് ലൈറ്റ് വെയിറ്റിൽ ഷോൾഡർ പ്രസ് ജസ്റ്റ് വാമപ്പ് ലൈറ്റ് വെയിറ്റ്. നമ്മൾ ഷോൾഡർ എക്സസൈസ് നമ്മൾ 5 എക്സസൈസാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 5 എക്സസൈസ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലും ഓൾഡ് സ്കൂൾ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് റൗണ്ട് ഷേപ്പ് ഷോൾഡർ എങ്ങനെ സെറ്റ് ചെയ്യും. അപ്പോൾ ഞാനിന്ന് നമ്മൾ 3D ഷേപ്പ് ഷോൾഡർ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് വീഡിയോ. അപ്പോൾ നമ്മൾ 3D ഷേപ്പിൽ ഷോൾഡർ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള വർക്കൗട്ടാണ്. ഫസ്റ്റ് നമ്മൾ സൂപ്പർ സെറ്റ് ആയിരിക്കും. ഷോൾഡർ പ്രസ്സും ബാർബൽ പ്രസ്സും കൂടെ നമ്മൾ സൂപ്പർ സെറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ 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 ഫസ്റ്റ് ബാർ ആയിരിക്കണം. ഓക്കെ ഗ്രിപ്പിൻ്റെ അവിടെ ഓക്കെ ഫോറം കറക്റ്റ് ചെയ്ത് ഓക്കെ. ഷോൾഡർ അപ്പാണ് നമ്മൾ 4 സെറ്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ 12, 10, 8, 8. ഓക്കെ യെസ്. പുഷ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്ത് കൊടുക്കുക. 3 യെസ് 4. ഓക്കെ എല്ലാവരും ഷോൾഡർ പ്രസ് ചെയ്യുന്നതിനകത്ത് ചെറിയൊരു തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പ്രശ്നമുണ്ട് ഇങ്ങനെയാണ് കുറച്ച് പുറകോട്ടാക്കി. അപ്പോൾ നേരെ എന്താണ് ചെയ്യുന്നത്, റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ ഷോൾഡർ പ്രസ് ചെയ്യുമ്പോൾ എപ്പോഴും വേണ്ടേ ഇതാണ് കറക്റ്റ് ആംഗിൾ എന്ന് പറയുന്നത്. ഇതായിരിക്കും കറക്റ്റ് ആംഗിൾ. ഓക്കെ ഒന്ന് ചെയ്തേ നോക്കട്ടെ. കുറച്ച് എൽബോ കറക്റ്റ് ചെയ്തേ. യെസ് യെസ് ദെൻ സ്ലോലി അപ്പ് ചെയ്തേ. യെസ് ഡൗൺ ഡൗൺ. യെസ് 3, 4, 5, 6. യെസ് ഡൗൺ ചെയ്തേ. 3 കൂൾ. പിന്നെ എക്സസൈസ് വരുന്നത് ഡംബൽ ലാറ്ററൈസാണ്, സ്റ്റാൻഡിങ് ഡംബൽ ലാറ്ററൈസ്. അപ്പം ഇത് എല്ലാവരും ചെയ്യുന്നൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു മൂവ്മെൻറ്റാണ്. ഫുൾ ബോഡി കിട്ടും. ഫുൾ ബോഡി കറക്റ്റ് ലാറ്റർ ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഫോം വേണം. അതാണ് കൂടുതൽ ഇഞ്ചറി വരാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞതാണ്. കറക്റ്റ് ഫോം വരുന്നുണ്ട്, ഇതാണ് കറക്റ്റ് ആംഗിൾ വരുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് ഇംഗ്ലൈൻ ബെഞ്ച് കേബിളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഈ എക്സസൈസ്. കൂടുതൽ എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഡംബൽ തന്നെ ബെറ്റർ. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മുടെ ലാറ്ററൈസ് സെക്കൻഡ് സെറ്റാണ് വരുന്നത്. ഓക്കെ 10 റപ്പ് ആയിരിക്കും വരുന്നത്. 12, 10 സെക്കൻഡ് സെറ്റാണ് വരുന്നത്. യെസ് 1, 2 ഗുഡ്. 3, 6 കമോൺ. 6 more. 5 ഈസി. 9, 10. നിനക്ക് നാട്ടിൽ ഞാൻ കളിച്ചുകൊണ്ടിരുന്ന ജിം അറിയോ? കൃഷ്ണപുരം ഹെൽത്ത് കെയർ ഫിറ്റ്നസ്. അവിടെ ആ ജിമ്മിൽ നമ്മുടെ വിഷ്ണു ഗോവിന്ദ നമ്മുടെ ഒരു ആശാനുണ്ട്. മോൻ്റെ അടുത്ത് കീഴിൽ വർക്കൗട്ട് ചെയ്തവരുടെ എല്ലാം ഡെൽറ്റ് അന്യ ഫോം ആയിരിക്കും. അത് നമ്മുടെ ഒരു കോച്ച് വിഷ്ണു, നിനക്ക് കണ്ടറിയായിരിക്കും. ഈസി ഫിറ്റ് ജിമ്മിലെ നമ്മുടെ ആശാന രാജീവ് പറഞ്ഞായിരുന്നു നാട്ടില്ല. മോൻ്റെ കീഴിൽ വർക്ക് ചെയ്തവർക്കെല്ലാം ചിലരൊക്കെ കാണാം എല്ലാവരും ആംസാണ്. ഞങ്ങളുടെ ആ ജിമ്മിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഡെൽറ്റോട് ഭയങ്കര ബോഡി ആയിരിക്കും. ഞങ്ങളുടെ ആ ഒരു ആശാൻ്റെ രാജീവ് പറഞ്ഞായിരുന്നു. എനിക്കറിയാം രാജുവേട്ടനെ എനിക്കറിയാം. രാജീവ് അങ്ങനെ നല്ല നല്ല കൂടെ ഇന്ന് ചേട്ടനെ പോലെ ഇന്ന് ഇങ്ങനെ നിൽക്കും. ഇത് നമ്മുടെ ഭയങ്കര ഫ്രണ്ട്ലി. എനിക്ക് ഇപ്പോഴാണ് ഭയങ്കര നമ്മൾ എന്ത് ഡൗട്ട് വെച്ചാലും ചിലർ കാണും ഈ ഫീൽഡിൽ നിനക്കറിയാമല്ലോ എന്ത് വെച്ചാലും നെഗറ്റീവ് ആയിരിക്കും. ഈ ഫീൽഡ് ഇതുവരെ എത്തിച്ച രാജുവേട്ടനാണ്. എനിക്ക് പിന്നെ ഞാൻ വിഷ്ണുവിൻ്റെ കീഴിൽ നിന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതായാലും ഇവിടെ ഇത്ര ഈ ഒരു മേഖലയിൽ എനിക്കിങ്ങനെ എത്താൻ പറ്റിയ കാരണമായാലും. അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ഒരു ധാരണ ഉണ്ട് നമ്മൾ ഈ കോമ്പറ്റീഷനൊക്കെ ഇറങ്ങുന്ന ഒരു എഫർട്ടും ഇല്ല, കുറേ മെഡിസിനും കാര്യങ്ങൾ സ്റ്റിറോയിഡ് എല്ലാം കയറ്റിയിട്ടാണ്. അങ്ങനെയാണ് ഇതിനകത്ത് ഇറങ്ങി തിരിക്കുമ്പോൾ അറിയാം അവർക്ക് ഇതിൻ്റെ പാടെന്താണ് പറയാമല്ലോ. പുറത്തുള്ളവർക്ക് പറയാം തീർച്ചയായിട്ടും. ഈ ബോഡി ബിൽഡിങ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു കഷ്ടപ്പാട്. പിന്നെ നാട്ടിൽ വന്നിട്ട് കോമ്പറ്റീഷൻ ചെയ്തിട്ട് അവിടെ നിന്ന് ടൈറ്റിൽ അടിച്ചിട്ട് പോയതാ. എൻ്റെ നാട്ടിൽ ഇവിടെ ട്രിവാൻഡ്രംകാരനാണ്, ഞാൻ ആലപ്പുഴ. എൻ്റെ നാട്ടിൽ വന്ന് ടൈറ്റിൽ വിന്നതായിരുന്നു എനിക്ക് തോന്നുന്നു 2020. ആലപ്പി വിന്നറായിരുന്നു 20 ക്ലീനായി. അപ്പോൾ എനിക്കിവനെ അറിയില്ല, ഇവിടെ വന്നപ്പോഴാണ് ഇവരെന്നോട് പറയുന്നത്. ഞാൻ ആ കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്നു അവിടെ, അതിൽ ടൈറ്റിൽ വിന്നറായിരുന്നു ഞാൻ.
തീർച്ചയായും അല്ല നമ്മൾ ഒരുപാട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുത്തെ ഒരു വൈവ്, പ്രത്യേകിച്ച് ഇവിടുത്തെ ട്രെയിനേഴ്സ് അതിൻ്റെ കാര്യത്തിൽ അതിന് ഇവൻ്റെ വൈവിലാണ് മെയിനായിട്ട്. തീർച്ചയായും പൊളിക്കും. അവൻ്റെ തന്നെ കുറേ ക്ലയൻസ് ഉണ്ട് ഇവിടെ. അവൻ ഇത് തേർഡുമാണ് റോപ്പ് ഫെൻ റൈസ് നമ്മൾ കൊടുക്കുന്നത്. റോപ്പിൽ ഫെൻ റൈസ് അതിൽ കറക്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ അടിക്കാൻ നോക്കാം. കുറേ ആംഗിളിൽ അടിക്കാം. നമുക്ക് കറക്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ അടിക്കാൻ നോക്കാം. അത് കുറച്ച് ഫ്രണ്ടിലോട്ട് കുറച്ച് യെസ് സ്ലോയിൽ ഫുൾ ഡൗൺ ചെയ്യല്ലേ. 2 ഗുഡ് 3 യെസ് 4 5 2 3 4 8. നമ്മൾ ബെഞ്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കുന്ന 30 ഡിഗ്രി ആംഗിളിലാണ്. ഓക്കെ, ഇത് കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് എൽറ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് യെസ് ഈസി. 1 2 3 4. നമ്മുടെ ഷോൾഡർ ഡേയിലെ ലാസ്റ്റ് എക്സസൈസ് വരുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ മിഷനകത്തെ റിവേഴ്സാണ്. അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ റിയർ ഡെൽറ്റാണ്. നമ്മുടെ ഡെൽറ്റ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് എക്സസൈസ് ഫസ്റ്റ് സെറ്റ് പോട്ടെ. 1 ഗുഡ് 2 3 4 യെസ് 1 2 3 4 5 അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോൾഡർ വർക്കൗട്ട് ഫിനിഷ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പമ്പിങ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഒന്നാമത് ഓഫ് സീസണാണ്, വർക്കൗട്ട് ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. ഓഫ് സീസൺ നല്ലപോലെ കാപ്സ് ലോഡ് ചെയ്തിരിക്കുകയാണ്. അവനും അതുപോലെ തന്നെ നല്ല ഫുഡ് കൊടുക്കും. നല്ലപോലെ കാപ്സ് ലോഡ് ചെയ്തിരിക്കുന്ന ബോഡിയാണ്. അന്നേരം നമുക്ക് ഫ്ലെക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ബാക്കൊന്ന് ടൈറ്റ് കൊടുക്കാം.